ഉൽപ്പത്തി 7-ാം അധ്യായം. ജലപ്രളയം. കർത്താവ് നോഹയോട് അരുളി ചെയ്തു, നീയും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിക്കുക. ഈ തലമുറയിൽ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു. ഭൂമുഖത്ത് അവയുടെ വംശം നിലനിർത്താൻ വേണ്ടി ശുദ്ധിയുള്ള സർവ്വമൃഗങ്ങളിലും നിന്ന് ആണും പെണ്ണുമായി 7 ജോഡിയും, ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 1 ജോഡിയും, ആകാശത്തിലെ പറവകളിൽ നിന്ന് പൂവനും പിടയുമായി 7 ജോഡിയും കൂടെ കൊണ്ടുപോവുക. 7 ദിവസവും കൂടി കഴിഞ്ഞാൽ 40 രാവും 40 പകലും ഭൂമുഖത്തെല്ലാം ഞാൻ മഴ പെയ്യിക്കും. ഞാൻ സൃഷ്ടിച്ച സകല ജീവജാലങ്ങളെയും ഭൂതലത്തിൽ നിന്ന് തുടച്ചു മാറ്റും. കർത്താവ് കൽപ്പിച്ചതെല്ലാം നോഹ ചെയ്തു. നോഹയ്ക്ക് 600 വയസ്സുള്ളപ്പോഴാണ് ഭൂമുഖത്ത് വെള്ളപ്പൊക്കമുണ്ടായത്. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി. ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവയും അല്ലാത്തവയുമായ മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും ആണും പെണ്ണുമായി 2 വീതം നോഹയോടുകൂടെ പെട്ടകത്തിൽ കയറി. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വെള്ളം പൊങ്ങിത്തുടങ്ങി. നോഹയുടെ ജീവിതത്തിന്റെ 600-ാം വർഷം 2-ാം മാസം 17-ാം ദിവസം അഗാധങ്ങളിലെ ഉറവകൾ പൊട്ടിയൊഴുകി. ആകാശത്തിന്റെ ജാലകങ്ങൾ തുറന്നു. 40 രാവും 40 പകലും മഴ പെയ്തുകൊണ്ടിരുന്നു. അന്നുതന്നെ നോഹയും ഭാര്യയും അവന്റെ പുത്രന്മാരായ ഷേം, ഹാം, യാഫെത്ത് എന്നിവരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി. അവരോടൊത്ത് എല്ലായിനം വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പക്ഷികളും പെട്ടകത്തിൽ കടന്നു. ജീവനുള്ള സകല ജഡത്തിലും നിന്ന് 2 വീതം നോഹയോടുകൂടി പെട്ടകത്തിൽ കടന്നു. സകല ജീവജാലങ്ങളും നോഹയോട് ദൈവം കൽപ്പിച്ചിരുന്നതുപോലെ ആണും പെണ്ണുമായാണ് അകത്ത് കടന്നത്. കർത്താവ് നോഹയെ പെട്ടകത്തിൽ അടച്ചു. വെള്ളപ്പൊക്കം 40 നാൾ തുടർന്നു. ജലനിരപ്പ് ഉയർന്നു. പെട്ടകം പൊങ്ങി ഭൂമിക്ക് മുകളിലായി. ഭൂമിയിൽ ജലം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പെട്ടകം വെള്ളത്തിന് മീതെ ഒഴുകി. ജലനിരപ്പ് വളരെ ഉയർന്നു. ആകാശത്തിൻ കീഴെ തലയുയർത്തി നിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിനടിയിലായി. പർവ്വതങ്ങൾക്ക് മുകളിൽ 15 മുഴം വരെ വെള്ളമുയർന്നു. ഭൂമുഖത്ത് ചരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളും മനുഷ്യരും ചത്തൊടുങ്ങി. കരയിൽ വസിച്ചിരുന്ന പ്രാണനുള്ളവയെല്ലാം ചത്തു. ഭൂമുഖത്ത് നിന്ന് ജീവനുള്ളവയെയെല്ലാം, മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പക്ഷികളെയും അവിടുന്ന് തുടച്ചുമാറ്റി. നോഹയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു. വെള്ളപ്പൊക്കം 150 ദിവസം നീണ്ടുനിന്നു.